മരണം മനുഷ്യന് അനിവാര്യമാണെങ്കിലും അത് എക്കാലത്തും ഒരു മനസ്സിലാക്കാൻ കഴിയാത്ത പ്രതിഭാസമായി തുടരുകയാണ്. മരണത്തിനപ്പുറം ജീവിതമുണ്ടോ? നമ്മൾ മരിച്ചതിന് ശേഷവും ആത്മാവ് ജീവിക്കുമോ? ശരീരമില്ലാതായാൽ ആത്മാവ് എങ്ങോട്ട് പോകും? തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് മനുഷ്യൻ ആരംഭകാലം മുതൽ നേരിടുന്ന പ്രധാന ചോദ്യങ്ങൾ. ഇപ്പോൾ ഇതിനെല്ലാം ഉത്തരങ്ങളുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ. പ്യൂ റിസർച്ച് സെന്റർ 2023 നടത്തിയ ഒരു സർവേ പ്രകാരം അമേരിക്കയിലെ മുതിർന്നവരിൽ 83% പേരും മനുഷ്യാത്മാക്കൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ മരണമില്ലാത്ത ആത്മാവ് അതിജീവിക്കുകയോ പുനർജന്മം നേടുകയോ ചെയ്യുന്നു എന്നാണ് പല മതങ്ങളും വിശ്വസിക്കുന്നത്. ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായ ഒരു സമവായം ഒരിക്കലും ഉണ്ടായിട്ടില്ലെങ്കിലും ചർച്ചകൾ തുടരുകയാണ്. നമ്മുടെ മാംസത്തിനും അസ്ഥിക്കും അപ്പുറം ആത്മാക്കൾ നിലനിൽക്കുമെന്നതിന് തെളിവുണ്ടെന്നാണ് പല ശാസ്ത്രജ്ഞരും തത്വചിന്തകരും വാദിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അരിസോണ സർവകലാശാലയിലെ അനസ്തേഷ്യോളജിസ്റ്റും പ്രൊഫസറുമായ ഡോക്ടർ സ്റ്റുവർട്ട് ഹാമറോഫ് ജീവൻ നിലനിർത്തുന്ന ഉപകരണങ്ങൾ നീക്കം ചെയ്യുന്ന രോഗികളുടെ തലച്ചോറിന്റെ പ്രവർത്തനം ആത്മാവ് ശരീരം വിട്ടുപോകുന്നു എന്നതിന്റെ തെളിവാണെന്ന് കാണിക്കുന്ന ഒരു പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. എന്നാൽ മരണാനന്തരം എന്ത് സംഭവിക്കുന്നു എന്നത് സംബന്ധിച്ച് പല വിദഗ്ധരും വ്യത്യസ്തമായ രീതിയിലാണ് പ്രതികരിക്കുന്നത്. അരിസോണ സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ന്യൂറോ സയന്റിസ്റ്റായ ഡോക്ടർ മാരിയോ ബ്രുബോഗാൾഡ് 2006 റോമൻ കത്തോലിക്ക സഭയിലെ കാർമലൈറ്റ് വിഭാഗത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളെ കുറിച്ച് അദ്ദേഹം നടത്തിയ ഗവേഷണത്തെ അടിസ്ഥാനമാക്കി രചിച്ച കൃതിയിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇവരുടെ MRI സ്കാൻ എടുക്കുന്ന വേളയിൽ ഇവർക്ക് ദൈവവുമായി കൂടിച്ചേർന്നത് പോലെയുള്ള അതീന്ദ്രിയമായ ഒരു അനുഭവം ഉണ്ടായി എന്നാണ് വെളിപ്പെടുത്തിയത്. ഈ സന്ദർഭത്തിൽ അവരുടെ തലച്ചോറിന് 1 ഡസനോളം മേഖലകൾ കൂടുതൽ സജീവമാകുന്നതായി ബ്യൂറോഗാൾഡ് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ മാസം അന്തരിച്ച പ്രമുഖ മനഃശാസ്ത്രജ്ഞനായ പ്രൊഫസർ ചാൾസ് ഡേർട്ട് തന്റെ ദി സീക്രട്ട് സയൻസ് ഓഫ് ദി സോൾ എന്ന ഗ്രന്ഥത്തിൽ ഈ മേഖലയിൽ അദ്ദേഹം നടത്തിയ നിരീക്ഷണങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പാരാസൈക്കോളജിയുടെ ആധികാരികതയെ പലരും തള്ളിപ്പറയുന്നു എങ്കിലും ഒരു വ്യക്തിക്ക് അവരുടെ ഭൗതിക ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവ് ഉണ്ടെന്നതിന്റെ സൂചനകളായി താൻ നടത്തിയ പല പരീക്ഷണങ്ങളും ചൂണ്ടിക്കാട്ടി അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ തത്വശാസ്ത്ര നിയമ പ്രൊഫസറായ തോമസ് നാഗൽ ആത്മാക്കൾ ഉണ്ടെന്ന് വാദിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. നിർജീവ വസ്തുക്കൾക്ക് പോലും ബോധമുണ്ടെന്നും അതിന്റെ ഭൗതിക അവസ്ഥയ്ക്ക് പുറത്ത് ഒരു മനസ്സുണ്ട് എന്നുമാണ് അദ്ദേഹം വാദിക്കുന്നത്. പെൻസിൽവാനിയയിലെ കിങ്സ് കോളേജിലെ വിലിക്സ് ബാരയിലെ തത്വശാസ്ത്ര പ്രൊഫസറായ ഡേവിഡ് കൈൽ ജോൺസൺ ആണ് ഇവരിൽ പ്രമുഖൻ. ഡു സോൾസ് എക്സിസ്റ്റ് എന്നൊരു പുസ്തകവും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആത്മാവിന് ഒന്നും ചെയ്യാനില്ലെന്നും അതിനാൽ അത് ഉണ്ടെന്ന് കരുതാൻ ഒരു കാരണവുമില്ലെന്നും ന്യൂറോ സയൻസ് തെളിയിച്ചിട്ടുള്ളതായി അദ്ദേഹം വാദിക്കുന്നുണ്ട്. എന്തായാലും മനുഷ്യനുള്ള കാലത്തോളം തന്നെ മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ചർച്ചകളും തുടരുമെന്ന് ഉറപ്പാണ്. കാരണം മരണവും മരണാനന്തര ജീവിതവും ഇപ്പോഴും മനുഷ്യന് ഒരിക്കലും പിടികിട്ടാത്ത ഒരു പ്രഹേളികയായതുകൊണ്ട് തന്നെ.